എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ ആ വില്ലത്തെ കാണിക്കുന്നു. അവളിപ്പോ അവളുടെ ക്രിസ്റ്റൽ ജിപ്സ് ക്രിയേറ്റ് ചെയ്ത് കുട്ടപ്പനെ അങ്ങനെ റൗണ്ട് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. കട്ട് ചെയ്താ ഇവിടെ ടോബി ദേദുരെ വെറുപ്പിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഞാൻ നിന്നെ കല്യാണം കഴിക്കട്ടെ, സത്യമായിട്ടും എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ ഒത്തിരി ഇഷ്ടാന്നൊക്കെ പറഞ്ഞ് ടോബി ചാളിയടിച്ച് ഇപ്പൊ ദേദുരെ വെറുപ്പിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അതിന് ദേദുര ടെൻഷനായിട്ട് എന്നെ കൊണ്ട് പറ്റില്ല ഇനി നിന്റെ കൂടെ നടക്കാൻ, നമുക്ക് ഈ നിമിഷം ഇവിടെ വെച്ച് പിരിയാന്ന് പറഞ്ഞ് ദേദുര ആവട്ടെ അവൻ സ്പീഡിൽ മുൻപോട്ട് നടക്കും. അതിന് ടോബി നിലവിളിച്ചു പറയും, എടാ 3 ടൈൽ പിടിക്കുന്നത് വരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം, ഇനി ഞാൻ വെറുപ്പിക്കില്ല പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് ടോബി അവന്റെ കാല് പിടിക്കാൻ ശ്രമിക്കും. പക്ഷെ ദേദുര അവൻ മൈൻഡ് പോലും ചെയ്യാതെ ഇപ്പൊ മുൻപോട്ട് നടക്കും. അവസാനം ഇപ്പൊ 2 മുത്തുമണികളും അടികൂടി ഇടികൂടി ഒറ്റയ്ക്കൊറ്റയ്ക്ക് 3 ടൈലിനെ കണ്ടുപിടിക്കാനായിട്ട് 2 വഴിയിലൂടെ നടക്കും. അപ്പൊ അതേസമയം ഇവിടെ ആ ഒരു വില്ലത്തി അവളുടെ ക്രിസ്റ്റൽ എടുത്ത് വീണ്ടും കാക്കാഷി അടിച്ചു തെറിപ്പിക്കുകയാണ്. ഗോസുൻ എന്താ സംഭവിച്ചെന്ന് അറിയില്ല. അവൻ തലങ്ങും വിലങ്ങും നോക്കുമ്പോ ഇപ്പൊ അവന്റെ മുൻപില് അവൻ സായിയെ കാണും. ആ ഉണ്ടപ്പൻ ചാടി വീണ് ഇപ്പൊ സായി പിടിച്ച് വലിച്ച് അവനെ നിലത്തടിക്കുകയാണ്. പക്ഷെ നമ്മുടെ സായി അവനൊരു അൻപു ബ്ലാക്ക് ഓപ്സ് മെമ്പറാണ്. അവൻ അങ്ങനെ തന്നെ ഇപ്പൊ വില്ലനെ വെട്ടിത്തിരിപ്പിച്ച് കറക്കി താഴെ അടിക്കും. അപ്പൊ വില്ലത്തി അവള് വീണ്ടും അവളുടെ ക്രിസ്റ്റൽ ജിപ്സ് ഉപയോഗിച്ച് അവളുടെ ഡ്രാഗനെ ക്രിയേറ്റ് ചെയ്ത് ഇപ്പൊ കാക്കാഷിയുടെ തൊട്ട് മുൻപിലേക്ക് വരും. അതിന് കാക്കാഷി അവന്റെ ലൈറ്റ്നിങ് ജിപ്സും എടുത്ത് അവളുടെ ഡ്രാഗനെ പിടിച്ചു വലിച്ച് അതിനെ അടിച്ചു തകർക്കാണ്. നീ ഡ്രാഗനെ വെച്ച് എന്നെ തകർക്കുമല്ലേടി, നിനക്ക് ഞങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവളുടെ ക്രിസ്റ്റലുകളെ കാക്കാഷി അടിച്ച് തരിപ്പണമാക്കും. പക്ഷെ ഓൾറെഡി ആ ക്രിസ്റ്റൽസ് അത് പൊട്ടി തകർന്നുകൊണ്ട് തന്നെ അതിലൊരു വലിയ ഭാഗം ഇപ്പൊ കറങ്ങി തിരിഞ്ഞ് കാക്കാഷിയുടെ നെഞ്ചില് കുത്തി അങ്ങോട്ട് കയറും. വില്ലത്തെ അതുകൊണ്ട് ചിരിക്കും. കാക്കാഷിയുടെ കാറ്റ് പോയെന്ന് കരുതി അവൾ ഒരുപാട് സന്തോഷത്തില് ഇപ്പൊ കാക്കാഷിയുടെ തൊട്ടടുത്തേക്ക് വരും. കട്ട് ചെയ്താ ഇവിടെ നമ്മുടെ പെമ്പിള്ളേര് ആ ഒരു സീലിംഗ് ജിപ്സു അത് ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അതേ സമയത്ത് ലോങ് ഷോട്ടില് ടോബി ആവട്ടെ അവരുടെ പുറകെ തന്നെ ഇരുന്ന് അതെല്ലാം തന്നെ ഇപ്പൊ നോക്കി കാണാണ്. അവന് പെട്ടെന്ന് അവിടെ എന്താ നടക്കണമെന്ന് മനസ്സിലാവില്ല. അവൻ ഒരുപാട് നേരം അത് തന്നെ സൂക്ഷിച്ചു നോക്കി ഇപ്പൊ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. ടോബിയുടെ തൊട്ടടുത്തായിട്ട് ഇപ്പൊ റിഞ്ചിയും ആ ഒരു സീലിംഗ് ജിപ്സു അത് നോക്കി അങ്ങനെ നിൽക്കാണ്. കട്ട് ചെയ്താ ഇവിടെ കുട്ടപ്പൻ അവൻ ഫുൾ കലിപ്പില് വീണ്ടും ആ ഒരു വില്ലത്തെ അടിക്കാനായിട്ട് അവളുടെ നേർക്ക് ഉഷാറായിട്ട് ഓടും. കാക്കാഷി കുത്തുകൊണ്ട് വീണ് കിടക്കുമ്പോ ഷിനോ ഉടനെ മാസ്റ്ററിനെ കാണും. അവൻ ഓടി വന്ന് ഇപ്പൊ കാക്കാഷിയെ തൂക്കിയെടുത്ത് അവിടുന്ന് ദൂരേക്ക് കൊണ്ടുപോകും. കട്ട് ചെയ്താ വില്ലത്തി ഷിനോയുടെ പിന്നാലെ വരുമ്പോ ഷിനോ ആവട്ടെ അവന്റെ ഈച്ചകളെ അവൾക്ക് നേരെ ഇപ്പൊ അങ്ങനെ പറത്തിവിടും. അതിനവള് പറയും, നിന്റെ ഈച്ചകളെ എനിക്ക് യാതൊരു പേടിയില്ല, ഇവറ്റകളെ ഞാൻ ക്രിസ്റ്റലൈസ് ആക്കുന്നു പറഞ്ഞ് അവൾ അവളുടെ ക്രിസ്റ്റൽ പവർ വെച്ച് അവറ്റകളെല്ലാം തന്നെ ഇപ്പൊ ക്രിസ്റ്റലൈസ് ചെയ്യും. പക്ഷെ ഞൊടിയിടയില് അവറ്റകളാവട്ടെ ആ ക്രിസ്റ്റൽസ് തകർത്ത് ഇപ്പൊ മുൻപോട്ട് പറക്കും. അത് കണ്ട് അവൾ ഞെട്ടും. ഇതെങ്ങനെ സാധിച്ചു, എന്റെ ക്രിസ്റ്റൽ പവർ അത് ബ്രേക്ക് ചെയ്യാൻ ഇവർക്ക് എങ്ങനെ കഴിഞ്ഞു എന്ന് പറഞ്ഞ് അവൾ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. ഈച്ചകൾക്ക് ആ ക്രിസ്റ്റൽസ് തകർക്കാൻ കഴിഞ്ഞത് ഓൾറെഡി ഷിനോ അവന്റെ ഈച്ചകളെല്ലാം തന്നെ ഇപ്പൊ ചക്ര പവറില് കവർ ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. വില്ലത്തി പകച്ചു നിൽക്കുന്ന ആ സമയത്ത് കുട്ടപ്പം വീണ്ടും അവന്റെ ക്ലൗൺസിനെ ക്രിയേറ്റ് ചെയ്ത് കയ്യില് റെസൻ കണ്ണെടുത്ത് ഇപ്പൊ അവൾക്ക് നേരെ പാഞ്ഞടുക്കാണ്. പക്ഷെ വില്ലത്തി അവള് സൈഡിൽ ശബ്ദം ഉണ്ടാക്കി ഈച്ചകളെ വെട്ടിത്തിരിപ്പിച്ച് മുകളിലേക്ക് എടുത്തു ചാടും. കുട്ടപ്പം വിടില്ല. അവനും അവന്റെ ക്ലൗൺസും അവളുടെ പിന്നാലെ തന്നെ ചാടി വന്ന് ഇപ്പൊ അടിക്കാൻ റെഡി ആയിട്ട് നിൽക്കും. കട്ട് ചെയ്ത ആ തടിയും ഗോസു അവനിപ്പോ എർത്ത് സ്റ്റൈൽ ഉപയോഗിച്ച് വലിയൊരു ബാരിയർ ക്രിയേറ്റ് ചെയ്ത് ഇപ്പൊ സായിയെ അങ്ങനെ തന്നെ ലോക്ക് ചെയ്ത് പിടിക്കും. ഇവിടെ വില്ലത്തി വീണ്ടും അവൾ ആകാശത്തേക്ക് പറന്നുയർന്ന് അവളുടെ ക്രിസ്റ്റൽ ഉപയോഗിച്ച് വലിയൊരു പിരമിഡ് ക്രിയേറ്റ് ചെയ്ത് അതിന്റെ പിന്നില് അങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. കുട്ടപ്പൻ അവന്റെ റെസൻ ഗൺ വെച്ച് ഇപ്പൊ അതിനെ ആഞ്ഞടിക്കും. പക്ഷെ കുട്ടപ്പന്റെ പവർ അത് റിട്ടേൺ അടിച്ച് ഇപ്പൊ കുട്ടപ്പൻ തെറിച്ചു വീഴും. അത് കാണുമ്പോ കാക്കാഷി മാസ്റ്ററിന് മനസ്സിലാവും മാസ്റ്ററിന്റെ ലൈറ്റ്നിങ് പവറിന് മാത്രമേ അത് തകർക്കാൻ കഴിയുള്ളൂ എന്ന്. മാസ്റ്റർ ചാടി വന്ന് ഇപ്പൊ ലൈറ്റ്നിങ് പവർ എടുത്ത് അവളുടെ ക്രിസ്റ്റലിനെ ഇപ്പൊ അടിച്ചു തെറിപ്പിക്കും. അപ്പൊ അതേ സമയത്ത് ഒരു എർത്ത് സ്റ്റൈൽ ബാരിയർ അങ്ങനെ കാക്കാഷിയുടെ മുന്നിലേക്ക് വരികയാണ്. കാക്കാഷി വണ്ടർ അടിച്ച് അത് ആരാണെന്ന് നോക്കും. അത് മറ്റാരുമല്ല, സാക്ഷാൽ ആ ഒരു തടിയൻ ഗോസു. അവൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഇപ്പൊ വില്ലത്തെ രക്ഷിക്കും. പക്ഷെ എന്താ, ഗോസു അവന് കാക്കാഷിയുടെ ലൈറ്റ്നിങ് പവർ ഏറ്റ് ഇപ്പൊ മരിച്ചു വീഴാണ്. ആ ഗ്യാപ്പിൽ വില്ലത്തി അവരെല്ലാം തള്ളിയിട്ട് ഇപ്പൊ അവിടുന്ന് ഓടും. അവളുടെ പിന്നാലെ തന്നെ ഇപ്പൊ കാക്കാഷിയും ടീമും ഉഷാറായിട്ട് ഓടാൻ തുടങ്ങും. അപ്പൊ കാക്കാഷി ലീനോട് പറയും, നീ എത്രയും പെട്ടെന്ന് ആ സീലിംഗ് ജിപ്സു അവര് റെഡിയാക്കുന്ന ആ സ്ഥലത്തേക്ക് ചെന്ന് അവരെ പ്രൊട്ടക്ട് ചെയ്യണം. ഒരുപക്ഷെ വില്ലന്മാര് വന്ന അവരെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുമ്പോ ലീ ആവട്ടെ 1 സെക്കൻഡ് വണ്ടർ അടിച്ചു നിൽക്കും. കട്ട് ചെയ്താ നമ്മുടെ പെമ്പിള്ളേര് അവരുടെ സീലിംഗ് ജിപ്സുമായിട്ട് ആ നദിയുടെ തൊട്ടടുത്തെത്തും. അത് നദിയുടെ അടുത്ത് എത്തിയ ഉടനെ ഇപ്പൊ ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങും. അപ്പൊ അവർക്ക് മനസ്സിലാവും ആ 9 ടൈൽ ബീസ്റ്റ് അതിവിടെ അടുത്ത് എവിടെയോ ഉണ്ട്. അപ്പൊ അതേ സമയത്ത് ലോങ് ഷോട്ടില്
ടോബി ആവട്ടെ ശ്വാസം മുറുക്കി പിടിച്ച് നമ്മുടെ ആൾക്കാർ എന്താ ചെയ്യണേന്ന് ഇപ്പൊ നോക്കിയിരിക്കുകയാണ്. കട്ട് ചെയ്ത ആ ഒരു ബാരിയർ അതിപ്പോ വലുതാവാൻ തുടങ്ങും. പതിയെ പതിയെ നമ്മുടെ ആൾക്കാർ കറക്റ്റ് ആയിട്ട് ഇപ്പൊ ചക്ര പവർ കൺട്രോൾ ചെയ്ത് ആ ഒരു 3 ടൈൽ മോൺസ്റ്ററിനെ അതിനെ സീൽ ചെയ്യാൻ ആരംഭിക്കും. അത് കാണുമ്പോ ഇപ്പൊ റിഞ്ചിക്ക് മനസ്സിലാവും അവരാ 3 ടൈലിനെ ഇപ്പൊ സീൽ ചെയ്യാണെന്ന്. അവൻ ഉഷാറായിട്ട് ഓടി വന്ന് ഇപ്പൊ നമ്മുടെ പെമ്പിള്ളാരെ അടിച്ചു തെറിപ്പിച്ച് ആ ഒരു സീലിംഗ് ജിപ്സു അത് തകർക്കാൻ ശ്രമിക്കും. അതേസമയം ടോബി അവനെ കണ്ട് വണ്ടടിച്ച് ഇതാരാ യുദ്ധഭൂമിയില് പുതിയൊരു ബടൻ. അതേസമയം ഇവിടെ ലീ അവൻ ആ വില്ലൻ വരുന്നത് കാണുമ്പോ നമ്മുടെ പെമ്പിള്ളാരെ പ്രൊട്ടക്ട് ചെയ്ത് നിന്നിട്ട് അവൻ പറയും നിങ്ങൾ ആരും പേടിക്കണ്ട, ഇവന്റെ കാര്യം അത് ഞാൻ നോക്കിക്കോളാം. അതിന് റിഞ്ചി അവൻ സ്റ്റൈലായിട്ട് പറയും നിന്നെ കൊണ്ട് എന്റെ രോമത്തിൽ പോലും തൊടാൻ കഴിയില്ല, നീ വെറും കുട്ടിയാണ്, അതുകൊണ്ട് നീ തരത്തിൽ പോയി കളിക്ക്, എന്റെ വഴിയിൽ നിന്ന് ഇപ്പൊ മാറി നിക്ക്. അതിന് നമ്മുടെ ലീ അവനിപ്പൊ ചാടി വന്ന് റിഞ്ചിയെ ചവിട്ടി തെറിപ്പിക്കും. ഇവിടെ ടോബി ആണെങ്കില് അവരുടെ ഫൈറ്റ് കണ്ട് ഇപ്പൊ പേടിച്ച് വിറച്ചിരിക്കുകയാണ്. ഒരു 3 ടൈലിനെ പിടിക്കാൻ ഇത്രയും പേരോ? എന്റെ കൂടെ ആണെങ്കില് ഇപ്പൊ ആരുമില്ല. ഇവരുടെ ഇടയിലെങ്ങാനും ഞാൻ പെട്ടുപോയാ എന്റെ പൊടി പോലും ബാക്കി ഉണ്ടാവില്ല. ടോബി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും ദേതുര അവൻ അവിടെ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടോന്ന്. കട്ട് ചെയ്താ ഇപ്പൊ കബൂട്ടോ ടെൻഷൻ അടിച്ച് ഇക്കിമാരുന്റെ അടുത്തേക്ക് ഓടിയെത്തും. ലീഫ് വില്ലേജിലുള്ളവര് അവരൊരുപാട് ഫാസ്റ്റ് ആണ്. അവരതിനെ സീൽ ചെയ്യുന്നതിന് മുൻപ് എത്രയും പെട്ടെന്ന് അതിനെ കൺട്രോൾ ചെയ്യണം. കബൂട്ടോ ഗുഹയിലേക്ക് വന്ന് ഇക്കിമാരുവിനെ നോക്കും, പക്ഷെ അവളെ അവിടെ കാണാനുണ്ടാവില്ല. അപ്പൊ അതേസമയം ഇക്കിമാരു അവൾ ആ ഗുഹയുടെ മേലെ നിന്ന് വില്ലത്തി തിരിച്ചു വരുന്നതും കാത്ത് അങ്ങനെ ഇരിക്കുകയാണ്. ആ ഒരു വൈറ്റ് കമീലിയെ പൂ അതൊരിക്കലും റെഡ് ആവരുതെന്ന് ആഗ്രഹിച്ച് അതിനെ നോക്കിയിരിക്കും. അവൾ അവിടെ കിടന്നൊരു ഇലയെടുത്ത് ഇപ്പൊ അതിൽ പതിയെ ഊതാൻ തുടങ്ങും. കട്ട് ചെയ്താ ഇപ്പൊ നമ്മുടെ വില്ലത്തി അവൾ ഒരുപാട് അവശയായിട്ട് അങ്ങനെ നടന്നു വരികയാണ്. അവൾക്ക് ഗോസുവിനെ ഓർത്ത് ഇപ്പൊ ഒരുപാട് വിഷമം തോന്നും. എനിക്ക് വേണ്ടി മാത്രമാണ് അവനവന്റെ ജീവൻ കളഞ്ഞെന്ന് പറഞ്ഞ് അവൾ ഒരുപാട് വേദനയില് അങ്ങനെ താഴെ വീഴും. അപ്പൊ അവള് ഇക്കിമാരു ഇലയിലൂടെ ഉണ്ടാക്കുന്ന ആ ഒരു ടൂണ് കേൾക്കും. അപ്പൊ അവൾ ആലോചിക്കും ഇതേ ടൂൺ തന്നെയാണ് അന്ന് ആ ഒരു സ്ത്രീയെ കൊല്ലുന്നതിന് തൊട്ടു മുൻപ് അവരും പാടിയത്. അവള് ഷോക്കായിട്ട് ഇനി ഒരുപക്ഷെ ഞാനന്ന് കൊന്നത് അത് ഇക്കിമാരുവിന്റെ അമ്മയായിരിക്കുമെന്ന് ഓർത്ത് അവൾ ടെൻഷൻ അടിക്കാൻ തുടങ്ങും. അവക്ക് ഒരുപാട് വിഷമായിട്ട് അത് ഓർത്ത് നിൽക്കുമ്പോ അവളുടെ തൊട്ട് പിന്നില് ഇപ്പൊ കബൂട്ടോ വരും. കബൂട്ടോ അവളോട് പറയും ഞാൻ കരുതിയത് നീ ഒറോച്ചിമാറുവിന്റെ ഹൈഡൌട്ടിലേക്ക് നേരത്തെ പോയിരിക്കുമെന്നാണ്. അതിന് അവള് പറയും ഓൾറെഡി ലീഫ് വില്ലേജിലെ നിഞ്ചകള് നമ്മുടെ 3 ടൈൽ മോൺസ്റ്ററിനെ സീല് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയില് ഞാനെങ്ങനെ അവന്റെ അടുത്തേക്ക് പോവും? അതിന്റെ ഇടയിൽ ഞാനെങ്ങനെ ഇപ്പൊ ഒറോച്ചിമാറിന്റെ അടുത്തേക്ക് പോവും? നിങ്ങൾ എപ്പോഴും എനിക്കിട്ട് ഇങ്ങനെ തന്നെയാണ് പണി തരിക. അതിന് കബൂട്ടോ ടെൻഷനായിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഇക്കിമാരുവിനെ ഉപയോഗിച്ച് അതിനെ കൺട്രോൾ ചെയ്യണം. മാത്രമല്ല അവരുടെ സീലിംഗ് ജിപ്സു അത് പൊട്ടിച്ച് തകർത്തെറിയണം. അതിന് നമ്മുടെ വില്ലത്തി എനിക്ക് അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങള് നിന്നോട് പറയാനുണ്ടെന്ന് അവനോട് വീണ്ടും വീണ്ടും പറയും. പക്ഷെ അവനാവട്ടെ അത് മൈൻഡ് പോലും ചെയ്യാതെ വേറെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ കബൂട്ടോ പറയും നീയാണ് ഇക്കിമാരുവിന്റെ അമ്മയെ കൊന്നതെന്ന് എനിക്കറിയാം, പക്ഷെ അതിന് ഇത്രയും ഫീലിങ്സിന്റെ ഒന്നും ആവശ്യമില്ല, കാരണം അവള് വെറും ഒരു ടൂളാണ്. അതിനവള് ഷോക്കായിട്ട് നീ എങ്ങനെ ഈ കാര്യം അറിഞ്ഞു? അതിന് കബൂട്ടോ എന്നോടിത് പറഞ്ഞത് മറ്റാരുമല്ല സാക്ഷാൽ ഒറോച്ചിമാറു തന്നെയാണ്. അതുകൊണ്ടാണ് അവൻ ഈ ഒരു മിഷന് നിന്നെ തന്നെ തെരഞ്ഞെടുത്തത്. ഈ ഒരു പ്ലാനിന് നീ എതിര് നിന്നാ തീർച്ചയായിട്ടും നീയാണ് ഇക്കിമാരുവിന്റെ അമ്മയെ കൊന്നതെന്ന് ഞാൻ തന്നെ അവളോട് പറയും. പിന്നീട് അവള് നിന്നെ ഒരു ശത്രുവായിട്ട് മാത്രമേ കണക്കാക്കൂ. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത ആ ഒരു 3 ടൈൽ മോൺസ്റ്ററിനെ ഇപ്പൊ നമ്മുടെ പെമ്പിള്ളേര് അവരുടെ സീലിംഗ് ജിപ്സുവില് ഇപ്പൊ കറക്റ്റ് ആയിട്ട് സീല് ചെയ്തു കഴിഞ്ഞു. അതേസമയം ഇക്കിമാറു അവൾ ആ വില്ലത്തെ കാണുമ്പോ ഒരുപാട് സന്തോഷത്തില് അവളെ കെട്ടിപ്പിടിക്കും. ഇവിടെ കബൂട്ടോ ഒറോച്ചിമാറു പറഞ്ഞ ഓരോ കാര്യങ്ങളും ഇപ്പൊ ആലോചിച്ച് നോക്കും. ഒറോച്ചിമാറു പറയും അവൾക്ക് ഓൾറെഡി ഇക്കിമാരുവിനോട് ഒരു ഫീലിങ്സ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ആ ഒരു ഫീലിങ്സിനെ വെച്ച് വേണം നമ്മൾ കളിക്കാൻ. കട്ട് ചെയ്ത കബൂട്ടോ അവനിപ്പോ ഹാപ്പി ആയിട്ട് മുൻപോട്ട് നടക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.